بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാളെ പരിശുദ്ധമായ റജബ് മാസം 26 നാളെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ 27ാം രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇതുപോലുള്ള ഒരു റജബ് മാസം 27ാം രാവിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം ഉണ്ടായത്. അഥവാ മഹാനീയ പ്രവാചകന്റെ നുബുവത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ 12ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് ഒരു വർഷം മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. എന്താണ് ഈ ഇസ്രാ മിഅ്റാജ്? രാപ്രയാണം, വാനാരോഹണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എന്താണ് ഈ സംഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് തന്നെ ഇസ്രായിനെ സംബന്ധിച്ചാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തരുന്ന സംഭവം മാലിക് ബിൻ സഅസഅ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാൻ അവറുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് വിശദീകരിച്ചു കൊടുത്തു ഒരു ഇസ്രായിൻ്റെ രാത്രിയെ സംബന്ധിച്ച്. ഞാൻ ശഅബു അബീ ത്വാലിബ്, ആ ശഅബു അബീ ത്വാലിബിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ മകൾ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കിടക്കുകയായിരുന്നു. ഈ സമയത്ത് ആ വീടിൻ്റെ മേൽക്കൂര തുറന്നുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു. എൻ്റെ നെഞ്ചിൻ്റെ കുഴി മുതൽ താഴോട്ട് കീറുകയുണ്ടായി. അങ്ങനെ ആ ഉദരം പിളർന്നുകൊണ്ട് എൻ്റെ ഹൃദയം, എൻ്റെ കൽബ് പുറത്തേക്കെടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് സ്വർണത്താലുള്ള ഒരു തളിക എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ എൻ്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ചു. എന്നിട്ട് ആ ഹൃദയത്തെ പൂർവസ്ഥിതിയിലേക്ക്, ആ ഹൃദയം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പൂർവസ്ഥിതിയിൽ ആക്കപ്പെടുകയുണ്ടായി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടിൽ സുമ്മ ഉസിലൽ ബത്തുൽ, എൻ്റെ ഉദരം കഴുകപ്പെട്ടു, പുറത്തേക്ക് കീറി ഹൃദയം പുറത്തേക്ക് എടുത്തിട്ട് എൻ്റെ ഹൃദയം ബിമായി സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി. സുമ്മ മുലിയായി ഈമാനും വഹിക്കുമത്തൻ, എന്നിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഈമാനും ഹിക്മത്തും നിറക്കപ്പെട്ടു. പിന്നീട് എൻ്റെ അരികിലേക്ക് ഒരു വാഹനത്തെ, മൃഗമാകുന്ന വാഹനത്തെ കൊണ്ടുവരപ്പെട്ടു. ദൂനൽ ബഗലി ഫൗഖൽ ഹിമാരി, അത് കോവർ കഴുതിയേക്കാളും അല്പം ചെറുതാണ്. എന്നാൽ ഹിമാർ സാധാരണ കഴുതിയേക്കാളും അല്പം മുകളിലുമാണ്, വലുതുമാണ്. ഇങ്ങനെയുള്ള അബിയല, വെളുത്തൊരു മൃഗം, യുക്കാലുഹുൽ ബുറാക്ക് എന്നാണ് അതിന് പറയുക. ഈ മൃഗം എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അതിൻ്റെ കുളമ്പ് വെക്കുന്നത്, അതിൻ്റെ കാല് വെക്കുന്നത് എൻ്റെ അക്സാ തർഫി, അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച എവിടെ എത്തുന്നോ ആ അളവിലാണ് അതിൻ്റെ കുളമ്പ് കാലെടുത്ത് വെക്കുന്നത്. എന്നെ ആ മൃഗത്തിൻ്റെ മുകളിൽ കയറ്റി എന്നെ കൊണ്ടുവന്ന ജിബ്രീൽ എന്നെയും കൊണ്ട് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസ്
ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അഖ്സയിലെത്തി. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സാധാരണ പ്രവാചകന്മാർ അവരുടെ വാഹനമാകുന്ന മൃഗങ്ങളെ ബന്ധിക്കുന്ന സ്ഥലത്ത് എൻ്റെ മൃഗത്തെയും ബന്ധിച്ചു. ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഇലൽ മസ്ജിദുൽ അഖ്സ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഫസല്ലൈതു അന വ ജിബ്രീൽ, ഞാനും ജിബ്രീലും ആ പള്ളിയിൽ നിസ്കരിച്ചു. വസല്ല കുല്ലു വാഹിദി മിന്നാ റക്അത്ത്, ഞങ്ങൾ ഓരോരുത്തരും 2 റക്അത്ത് നിസ്കരിച്ചു ആ പള്ളിയിൽ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ, ഞാൻ ആ പള്ളിയിൽ പ്രവേശിച്ചു, അവിടെ നബിമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ചിലര് നിസ്കാരത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവരായിട്ട്, ചിലർ നിസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് അഥവാ തഹയ്യാത്ത് പോലുള്ള കാര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നവരായിട്ട് കണ്ടു. ചിലർ റാക്കിഅൻ റുക്കൂ ചെയ്യുന്നവരായിട്ട് ചിലരെ കണ്ടു. വസാജിൻ ചിലർ സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. പിന്നീട് അവിടെ ബാങ്ക് കൊടുക്കപ്പെട്ടു, ഇഖാമത്തും കൊടുത്തു നിസ്കാരത്തിന്. എന്നെ മുമ്പിലേക്ക് നിർത്തി ഇമാമായിട്ട് നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടു. ഞാൻ അവരെ കൊണ്ട് നിസ്കരിച്ചു, അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അവരിൽ റഹത്തും മിനൽ അംബിയായി, പ്രവാചകന്മാരുടെ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. മഹാന ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി തുടങ്ങുന്ന പ്രവാചകന്മാരെല്ലാവരും ആ നിസ്കാരിക്കാനുണ്ടായിരുന്ന എൻ്റെ പുറകിൽ മാമുമായി നിസ്കരിക്കുന്ന നിസ്കാരക്കാരിൽ ഉണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, എന്നെ ഇമാമായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നബിയെ, ജിബ്രീൽ എന്നോട് പറഞ്ഞു, നബിയെ തങ്ങൾ ചോദിക്കണം, മൻ അർസൽന സൽ യാ മുഹമ്മദ് മൻ അർസൽന മിൻ ഖബലിക മിൻ റുസുലിന. അല്ലാഹു തആല സൂറത്ത് സുഹ്റൂഫിലെ 45-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരോട് തങ്ങൾ ചോദിക്കുക എന്ന് എന്നോട് കൽപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അതിൽ 70 നബിമാരുണ്ടായിരുന്നു. അതിലാണ് ഇബ്രാഹിം നബി, ഈസാ നബി, മൂസാ നബി ഒക്കെ ഉണ്ട്. അവരെല്ലാം എൻ്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചു. 7 സഫുകളായിട്ടാണ് നിസ്കരിച്ചത്. 3 സഫുകൾ മുർസലുകളാണ്. 4 സഫുകൾ നബിമാരാണ്. എൻ്റെ നേരെ പുറകിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വലതു ഭാഗത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇടത് ഭാഗത്ത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ മൂസാ നബി, പിന്നെ മറ്റ് മുർസലുകൾ. ഇങ്ങനെ അവർക്ക് ഇമാമായി 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇന്ന റബ്ബി ഔഹാ, എൻ്റെ റബ്ബ് എന്നോട് വഹി അറിയിക്കുന്നു. ഇലിയ, എനിക്ക് വഹി അറിയിച്ചു തരുന്നു. അൻ അസ്അലക്കും, നിങ്ങളോട് ചോദിക്കാൻ എൻ്റെ റബ്ബ് എന്നോട് പറയുകയാണ്. ഹൽ ഉർസില അഹദും മിൻകും യദഉ ഇലാ ഇബാദത്തി ഗൈരില്ലാഹി, അല്ലാഹു അല്ലാതെ മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി പ്രബോധനം ചെയ്യാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കാൻ എന്നോട് അല്ലാഹു തആല അറിയിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ ഷഹീദുൻ നശഹദു അന്നാ ഉർസിൽനാ അജ്മഈൻ ബിദഅവത്തിൻ വാഹിദത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന പ്രബോധനവുമായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എല്ലാവരും എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹ് അല്ലാത്ത വസ്തുക്കളെ ആരാധിക്കപ്പെടുന്ന എല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. താങ്കൾ അള്ളാഹിന്റെ അന്ത്യപ്രവാചകനാണ്, മുർസലുകളുടെ നേതാവാണ്. അത് ഞങ്ങൾക്ക് താങ്കൾ ഇമാമത്ത് നിന്നതോടുകൂടെ ഞങ്ങൾക്കതെല്ലാം വ്യക്തമായിരിക്കുന്നു. താങ്കൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഖിയാമത്ത് നാൾ വരെ വരാനില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ താങ്കളുടെ കാൽപ്പാടുകളെ അനുധാവനം ചെയ്യുന്ന താങ്കളുടെ സമുദായ വ്യക്തിയെ പോലെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. തഫ്സീർ ഖുർത്തുബിയിൽ ഇത് കാണാം, ഈ സൂറത്ത് സുഹ്റൂഫിലെ 45-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായിട്ട്. അപ്പോൾ ഈ പ്രവാചകന്മാർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ മഅ്മൂമായി നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം എൻ്റെ അടുക്കൽ ജിബ്രീൽ കൊണ്ടുവന്നു. ഒരു പാത്രം കള്ള് കൊണ്ടുവന്നു, ഒരു പാത്രം പാലും കൊണ്ടുവന്നു. ഞാൻ പാലിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അസബത്തൽ ഫിത്രത്ത, നല്ല കാര്യത്തെയാണ് തങ്ങൾ തിരഞ്ഞെടുത്തത്. എന്നിട്ട് എന്നെ 1-ാം ആകാശത്തിലേക്ക് കൊണ്ടുപോയി. 1-ാം ആകാശത്ത് ചെന്നപ്പോൾ ജിബ്രീൽ 1-ാം ആകാശത്തിന്റെ കവാടത്തിൽ മുട്ടി വിളിക്കപ്പെട്ടു. അപ്പോൾ ചോദിക്കപ്പെട്ടു, മന്നെന്താ, താങ്കൾ ആരാണ്? അപ്പോൾ ഞാൻ ജിബ്രീലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അമ്മ താങ്കളോടൊപ്പം ആരാണ്? അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കപ്പെട്ടു, വഖദ് ഉർസില ഇലൈഹി, അദ്ദേഹത്തെ അയക്കപ്പെട്ടുവോ, പ്രവാചകനായി നിയോഗിക്കപ്പെട്ടുവോ, അദ്ദേഹത്തെ ഇങ്ങനെ മെഹ്റാജിന്റെ രാത്രിയിലേക്ക് കൊണ്ടുവരപ്പെട്ടുവോ എന്ന് ചോദിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ യാത്രയാക്കപ്പെട്ടിരിക്കുന്നു, പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തെ ഇങ്ങോട്ട് യാത്രയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞപ്പോൾ
ആ കവാടം തുറക്കപ്പെട്ടു. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു. ഫനിഅമൽ മജീഉ ജാഅ, വന്നവരിൽ ഏറ്റവും നല്ലത് താങ്കളാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ വാതിൽ തുറന്ന് അവർ മഹാനായ പ്രവാചകൻ അഭിവാദ്യം ചെയ്തു. അങ്ങനെ മഹാനായ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഒന്നാം ആകാശത്തിലേക്ക് കടന്നു. അവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അപ്പോൾ നബി തങ്ങൾ ജിബ്രീൽ പറഞ്ഞു, അത് അബൂക ആദം, ഇത് താങ്കളുടെ പിതാവ് ആദമാണ്. ഫസല്ലിം അലൈഹി, ആദമിന് സലാം പറയുക. ഞാൻ സലാം പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം മടക്കി. എന്നിട്ട് എനിക്ക് മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹി വൻ നബി സ്വാലിഹി, നല്ല മോന്, നല്ല പ്രവാചകന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അഭിവാദ്യം ചെയ്തു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒന്നാം ആകാശത്തിന്റെ ആ മുകൾ ഭാഗത്ത്, അതിന്റെ ഒന്നാം ആകാശം തുറക്കപ്പെട്ടപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് കറുത്ത ഒരു ഭാഗം കാണാൻ കഴിയും, ഇടതു ഭാഗത്തും അതുപോലെ കറുത്ത ഒരു ഗോളം പോലെ ഒരു ഭാഗം, കറുത്ത ഭാഗം കാണാൻ കഴിയും. അങ്ങനെ വലതുഭാഗത്തേക്ക് ആ ഇരിക്കുന്നയാൾ നോക്കുമ്പോൾ ലഹൈക്ക, അയാൾ ചിരിക്കുകയാണ്. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അയാൾ കരയുകയാണ്. ആ ആള് എനിക്ക് സ്വാഗതം പറഞ്ഞു. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, മൻഹാദ, ഇദ്ദേഹം ആരാണ്? ഞാൻ ചോദിച്ചപ്പോൾ ഹാദ ആദമു, ഇത് ആദമാണ്. വഹാദിഹിൽ അസ്വിദത്തു അൻ യമീനിഹി വഅൻ ശിമാലിഹി റൂഹബനിഹി, വലതുഭാഗത്തും ഇടതുഭാഗത്തും കാണുന്ന ഈ വലിയ കറുത്ത രൂപം പോലെ കാണുന്നത് അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ ആത്മാവുകളാണ്. സന്താനങ്ങളുടെ ആത്മാവുകളാണ്. വലതുഭാഗത്തുള്ളത് സ്വർഗവാസികൾ, ഇടതുഭാഗത്തുള്ളത് നരകവാസികൾ. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാണ്, ചിരിക്കുകയാണ്. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ്. കാരണം നരകവാസികളാണല്ലോ സന്താനങ്ങൾ. ഖാദി റഹ്മഹുല്ല പറയുകയാണ്, സത്യനിഷേധികളുടെ ആത്മാവുകൾ മഹബൂസത്തും ഫി സിജ്ജീൻ, അവരെ സിജ്ജീനിലാണ്, ഏഴാം ഭൂമിയുടെ അടിയിൽ സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സത്യനിഷേധികൾ, ദുർമാർഗികളുടെ അവിടെ ആത്മാവ്. എന്നാൽ അബ്റാർ, നല്ല ആൾക്കാരുടെ ആത്മാവുകൾ മുനഅമത്തുൻ ഫി അല്ലിയീൻ, അല്ലിയീനിലാണ്, ഉയർന്ന പദവിയിൽ അല്ലിയീനിലാണ്. അപ്പോൾ ഫകൈഫ തകൂനു മുജ്തമഅതു ഫി സമായി, എങ്ങനെയാണ് ഇവർ രണ്ടു കൂട്ടരുടെയും ആത്മാവുകൾ ആകാശത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? അതിന് മറുപടി പറയപ്പെടുന്നു, ബിഅന്നഹു യഹ്തമലു അന്നഹാ തുഅറദു അലാ ആദം ഔഖാതൻ ഫസാദഫ വഖ്തു അർളിഹാ മുറൂറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ സന്താനങ്ങളുടെ ആത്മാവുകളെ വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വരുന്ന ആ വരവുമായിട്ട് യോജിച്ചു. അതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞത്. ഒരു മറുപടിയാണ്. മറ്റൊരു സാധ്യത, മറുപടി, സ്വർഗം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലതുഭാഗത്താണ്, നരകം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്താണ്. ചില സമയങ്ങളിൽ ഇത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെളിപ്പെടുത്തി കൊടുക്കും. ആ വെളിപ്പെടുത്തി കൊടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും തമ്മിൽ യോജിച്ചു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മിഷ്കാത്തിന്റെ ഹദീസ് കിതാബിന്റെ ശറഹാകുന്ന മിർഖാത്തിൽ കാണാൻ കഴിയും. അങ്ങനെ രണ്ടാം ആകാശത്തിലേക്ക് പോയി. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടു. തുറന്നു. അവർ അഭിവാദ്യം ചെയ്തു. അങ്ങനെ അവിടെ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കാണാൻ കഴിഞ്ഞു. അവര് പിതൃവ്യ സഹോദരിയുടെ മക്കളാണ്. ഇത് യഹ്യ, ഇത് ഈസാ. സലാം പറഞ്ഞോളാൻ നബി ഞങ്ങളോട് ജിബ്രീൽ പറഞ്ഞു. ഞാൻ അവർക്ക് സലാം പറഞ്ഞു. അവർ സലാം മടക്കി. അവർ എന്നെ അഭിവാദ്യം ചെയ്തു. വിശദീകരിക്കാൻ സമയമില്ല. അഭിവാദ്യം ചെയ്തു. അങ്ങനെ മൂന്നാം ആകാശത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും കവാടം തുറക്കപ്പെടാൻ ആവശ്യപ്പെട്ടു. തുറന്നു. അവർ അഭിവാദ്യം ചെയ്തു. അവിടെ മൂന്നാം ആകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അങ്ങനെ ഇത് യൂസുഫാണ്, നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. സലാം പറഞ്ഞുകൊള്ളുക. സലാം പറഞ്ഞു. സലാം മടക്കി അഭിവാദ്യം ചെയ്തു. നാലാം ആകാശത്തെ കടന്നപ്പോൾ അവിടെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെയും ഈ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. അഞ്ചാം ആകാശത്തിൽ മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് കാണാൻ കഴിഞ്ഞത്. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. ആറാം ആകാശത്തിലേക്ക് കടന്നപ്പോൾ അവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞു, മടക്കി അഭിവാദ്യം ചെയ്തു. നബി തങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാണ്. ചോദിക്കപ്പെട്ടു, മാവി യുബിക്ക് എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, അബുക്കി, ഞാൻ കരയുന്നില്ല. എന്ന ഗുലാമൻ ബുഅസ ബഅദി യുദ്ഖിലുൽ ജന്നത മിൻ ഉമ്മത്തിഹി അക്സർ മിമ്മൻ യദ്ഖുലു മിൻ ഉമ്മത്തി. ഈ കുട്ടി പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം, എനിക്ക് ശേഷം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഈ കുട്ടി അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് ധാരാളം പേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. എൻ്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെക്കാളും കൂടുതൽ ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കുട്ടിയാണിത്. അതോർത്തുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ്. എൻ്റെ സമുദായത്തിൽ കുറച്ചുപേരെ സ്വർഗത്തിൽ കടക്കുന്നുള്ളൂ. അങ്ങനെ ഏഴാം ആകാശത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കപ്പെട്ടു. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. ഇത് താങ്കളുടെ പിതാവ് ഇബ്രാഹിമാണ്. സലാം പറഞ്ഞുകൊള്ളുക. സലാം മടക്കി അഭിവാദ്യമൊക്കെ ചെയ്തു. അങ്ങനെ ആ ഏഴാം ആകാശം കഴിഞ്ഞ് സുമ്മ റുഫിഉതു ഇലാ സിദ്റത്തുൽ മുന്തഹ, സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കപ്പെട്ടു. ഇതെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ, ഇന്ദ സിദ്റത്തുൽ മുന്തഹ, പരിശുദ്ധമായ ഖുർആനിലുണ്ട്.
സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കിലേക്ക് നബിതങ്ങൾ ഉയർത്തപ്പെട്ടു. ഫൈദാ തമറുഹ, അതിൻ്റെതായ പഴങ്ങളെക്കുറിച്ചും ഇലകളെക്കുറിച്ചും വൃക്ഷത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആനയുടെ ചെവി പോലെയുള്ള ആ ഇലകളാണ് അതിൻ്റെ ഇലകൾ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സിദ്റത്തുൽ മുന്തഹയാണ്. ആ സിദ്റത്തുൽ മുന്തഹ അവിടുന്ന് ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തപ്പെട്ടു. ബൈത്തുൽ മഅമൂറിലേക്ക്, അത് കഅബയുടെ നേരെ മുകളിലാണ്. ബൈത്തുൽ മഅമൂറിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. അവിടെ വെച്ച് എൻ്റെ അടുക്കൽ കള്ളിൻ്റെ ഒരു പാത്രം, അതുപോലെ പാലിൻ്റെ ഒരു പാത്രം, തേനിൻ്റെ ഒരു പാത്രം കൊണ്ടുവരപ്പെട്ടു. ഞാൻ പാലിനെ തിരഞ്ഞെടുത്തു. അപ്പോഴും ജിബ്രീൽ പറഞ്ഞു, താങ്കളും താങ്കളുടെ സമുദായവും നല്ല പ്രകൃതിയിലാണ് ഈ പാലിനെ തിരഞ്ഞെടുത്തത്. നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു പ്രകൃതിയാണ്. അങ്ങനെ ബൈത്തുൽ മഅമൂർ കഴിഞ്ഞു. ബഹറുൻ നൂർ എന്ന് പറയുന്ന പ്രത്യേകമായ ആ സ്ഥലത്തേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ ജിബ്രീൽ നിന്നു. ജിബ്രീൽ ഭയചകിതനായി മുമ്പോട്ട് കടക്കാൻ കഴിയാതെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ, തങ്ങൾ എന്നെ വിട്ടേക്കുക, എന്നെ ഉപേക്ഷിക്കുക, തങ്ങൾ മുമ്പോട്ട് പോകുക. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, തങ്ങൾ മുമ്പോട്ട് പോകുക. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അഹാഹുന യത്രുക്കു ഖലീലഹുൽ ഖലീൽ, ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനെ ഇവിടെയാണോ ഉപേക്ഷിക്കുന്നത്? ആവശ്യഘട്ടത്ത് സ്നേഹിതനെ ഉപേക്ഷിക്കുകയാണോ? ജിബ്രീൽ പറഞ്ഞു, മാമിന്ന ഇല്ലാ ലഹു മഖാമുൻ മഅലൂം, ഞങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകിടക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ അങ്ങനെ കൂട്ടുകാരനില്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ വെളിനാദം വന്നു കടന്നു വരാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ തിരുമുൽ കാഴ്ചകളും എല്ലാ നന്മകളും ലില്ല അല്ലാഹു തആലക്കാണ്. തഹിയ്യത്ത്, മുബാറക്കാത്ത്, സലവാത്ത്, തയ്യിബാത്ത് ലില്ല, അള്ളാഹുവിനാണെന്ന് അഭിവാദ്യം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉടനെ അള്ളാഹുവിന്റെ പ്രത്യേക അഭിവാദ്യം പകരമായിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബിയെ, തങ്ങളുടെ മേൽ അള്ളാഹിന്റെ രക്ഷയുണ്ടാവട്ടെ, അള്ളാഹിന്റെ റഹ്മത്തുണ്ടാകട്ടെ, അള്ളാഹിന്റെ ബർക്കത്തുണ്ടാകട്ടെ. സമുദായത്തോട് സ്നേഹമുള്ള പ്രവാചകൻ, സമുദായത്തോട് കാരുണ്യമുള്ള പ്രവാചകൻ. എനിക്ക് മാത്രം അള്ളാഹിന്റെ രക്ഷ കിട്ടിയാൽ പോരാ, എനിക്ക് മാത്രം അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയാൽ പോരാ, എനിക്ക് മാത്രം അള്ളാഹിന്റെ ബർക്കത്ത് കിട്ടിയാൽ പോരാ. മഹാനീ പ്രവാചകൻ പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മുടെ മേൽ അള്ളാഹിന്റെ രക്ഷ ഉണ്ടാവണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹിന്റെ സ്വാലിഹീങ്ങളായ ദാസന്മാരുടെ മേലും അള്ളാഹിന്റെ രക്ഷയുണ്ടാകണം. അങ്ങനെ അള്ളാഹുമായിട്ട് അഭിമുഖ സംഭാഷണം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല 50 വഖ്ത് നിസ്കാരം, എല്ലാ ദിവസവും 50 വഖ്ത് നിസ്കാരം ഫർളായിട്ട് സമ്മാനമായിട്ട് കൊടുത്തു. ഞാൻ നബി എന്ന് പറയാണ്, മൂസാ നബിയുടെ അടുക്കലേക്ക് മടങ്ങി വന്നു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നപ്പോൾ മൂസാ നബി എന്താ അള്ളാഹ് ഏൽപ്പിച്ചത്? അള്ളാഹ് എന്ത് തന്നു? 50 വഖ്ത് നിസ്കാരം ഒരു ദിവസം. നബിയെ, തങ്ങളുടെ സമുദായത്തിന് സാധിക്കൂല, ഒരു ദിവസം 50 വഖ്ത് നിസ്കരിക്കൂല. അള്ളാഹിനെ തന്നെ സത്യം, എൻ്റെ സമുദായത്തെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, അവരെ ഞാൻ ചികിത്സിച്ച് നോക്കിയതാണ്, അവർക്കതിന് സാധിച്ചിട്ടില്ല. തങ്ങളുടെ സമുദായം അങ്ങനെ ചെയ്യൂല. അതുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ ചെന്ന് കുറച്ചു തരാൻ ആവശ്യപ്പെടുക. നബി തങ്ങൾ പറയുകയാണ്, ഞാൻ മടങ്ങിച്ചെന്നു, അള്ളാഹിന്റെ അടുക്കലേക്ക് മടങ്ങി. അള്ളാഹിനോട് പറഞ്ഞു, ഹഫീഫ് അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിന് ലഘൂകരിച്ച് തരണം, കുറച്ചു തരണം. അള്ളാഹു 5 വഖ്ത് കുറച്ചു കൊടുത്തു. നബികൾ തിരിച്ചു 6-ാം ആകാശത്തിലെ മൂസാ നബിയുടെ അടുക്കിലേക്ക് വന്നു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും മടക്കി അയച്ചു, 5 വഖ്ത് കുറച്ചു. അങ്ങനെ 9 പ്രാവശ്യം നബി തങ്ങൾ അള്ളാഹിന്റെ ഈ മൂസാ നബിയുടെ അടുക്കൽ ഇങ്ങനെ വന്ന് 5 വഖ്താക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ 5 വഖ്ത് നിസ്കാരത്തിന് ഒരു വഖ്ത് നിസ്കാരത്തിനും 10 വഖ്ത് നിസ്കാരത്തിന്റെ കൂലിയാണ്. 5 വഖ്തിന് 50 വഖ്തിന്റെ കൂലിയാണ്. തിരിച്ച് വീണ്ടും മൂസാ നബിയുടെ അടുക്കൽ വന്നു. മൂസാ നബി വന്നു, തിരിച്ചു പോകാൻ പറഞ്ഞു. നബി തങ്ങൾ ലജ്ജിച്ചു. ഇനി എനിക്ക് ലജ്ജയാണ്, നാണമാണ്. അള്ളാഹു 5 വഖ്തായിട്ട് കുറച്ചെന്നിരിക്കുകയാണ്, അതിന് 50 വഖ്തിന്റെ കൂലി കിട്ടി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. എന്തിനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായിട്ട് ഇങ്ങനെ നിബിതങ്ങൾ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് മടക്കി അയച്ചത്? വേറൊരു നബിമാരും പറഞ്ഞില്ലല്ലോ. അതിന്റെ കാരണം, ദുന്യാവിൽ വെച്ച് മറ്റ് നബിമാരെ അപേക്ഷിച്ച് മൂസാ നബിയാണ് അള്ളാഹുമായിട്ട് സംസാരിച്ചയാള്. അതുകൊണ്ട് മാത്രമല്ല, ഈ സമുദായത്തോട് സ്നേഹവും ഗുണകാംക്ഷയും ദയയും അലിവും ഒക്കെ ഉള്ള മൂസാ നബിക്ക്. കാരണം മൂസാ നബി നബിയുടെ സമുദായമാക്കാൻ ആഗ്രഹിച്ചയാളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടക്കി അയക്കാൻ സംസാരിച്ചത് മാത്രമല്ല, മടക്കി അയക്കാനുള്ള കാരണം എന്താണ്? മറ്റു നബിമാരെ കൂടാതെ മൂസാ നബിയുടെ സമുദായത്തിന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നു, മറ്റു നബിമാരുടെ വിപരീതമായിട്ട്. അത് മൂസാ നബിയുടെ സമുദായത്തിന് പ്രയാസകരമായിരുന്നു. മൂസാ നബി മഹാനായ പ്രവാചകന്റെ സമുദായത്തോട് അലിവ് കാണിച്ചു. അദ്ദേഹം മൂസാ നബി പ്രവാചകന്റെ ഒരു സമുദായമാകാൻ ആഗ്രഹിച്ചിരുന്നു.
മാത്രമല്ല അള്ളാനെ കാണാൻ മൂസാ നബി അലൈഹി സ്വലാത്തു ആവശ്യപ്പെട്ടു, പക്ഷെ അള്ളാനെ കാണാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാനെ കാണാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ അള്ളാനെ കാണാൻ കഴിഞ്ഞു, ആവശ്യപ്പെടാതെ തന്നെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് മൂസാ നബിക്ക് വീണ്ടും വീണ്ടും നിബിധങ്ങളെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു, ഇങ്ങനെ മടക്കി അയക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഓരോ പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുമ്പോൾ അള്ളാഹുവിന്റെ ആ നൂറ്, അള്ളാഹുവിന്റെ പ്രകാശം അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ കരസ്ഥമായിക്കൊണ്ടേയിരിക്കും പല പ്രാവശ്യം അള്ളാഹിനെ കാണുമ്പോൾ. അങ്ങനെ അള്ളാഹിനെ കണ്ട മഹാനീയ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നും ലഭിച്ച ആ പ്രകാശത്തിൽ നിന്ന് ഒരു അല്പം പിടിച്ചെടുക്കാൻ വേണ്ടി, അല്പം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ലിയകൂന റായിയൻ മൻ റആ, കണ്ടയാളെ കാണാൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞയച്ചത് എന്ന് തഫ്സീർ സാബിയിലൊക്കെ കാണാൻ കഴിയും. ഇതാണ് ഇസ്റാഉം മിഅ്റാജും. ഈ രാവ് അള്ളാഹിനെ കണ്ട രാവാണ് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന രാവാണ്. നമുക്ക് സമ്മാനമായി ലഭിച്ച 5 നേര നിസ്കാരം ലഭിച്ച പരിശുദ്ധമായ രാവാണ് മിഅ്റാജ് രാവ്. ആ രാവിനെ നമ്മൾ നിസ്സാരമാക്കി കണക്കാക്കരുത്. 5 നേര നമസ്കാരം, അതിന് 50 വഖത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. ആ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരാകരുത്. അല്ലാഹു തആല ഇങ്ങനെയെല്ലാം അനുഗ്രഹം ചെയ്തതിന് നന്ദി രേഖപ്പെടുത്താൻ 28 ചൊവ്വാഴ്ച, നാളെ കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന് പല കിതാബുകളിലും കാണാൻ കഴിയും. മൻസാമ യൗമ സബഇൻ വഇശ്രീന മിൻ റജബിൻ, റജബിലെ 27ാമത്തെ ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാണ്, കതബല്ലാഹു ലഹു 60 ശഹറ, 60 മാസം നോമ്പ് പിടിച്ച പ്രതിഫലമാണ് എന്ന് കിട്ടുക എന്ന് യഹ്യായിൽ കാണാം. അതുപോലെ ഉന്നിയത്തിൽ കാണാം, മുഖ്തസറുൻ നഫീസിൽ കാണാം, യാനത്തു താലിബിൽ കാണാം, ബാജൂരി കാണാം, ഇങ്ങനെ ഫിഖഹിന്റെ ജമലിൽ കാണാം. ഇങ്ങനെ ഈ ദിവസം നോമ്പ് പിടിക്കാൻ സാധിക്കുന്നവർ പിടിക്കുക. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. എന്താണെങ്കിലും റജബിൽ ബർക്കത്ത് ചെയ്യപ്പെടുന്ന മാസമാണ്, ശഅബാൻ ബർക്കത്ത് ചെയ്യപ്പെടുന്ന മാസമാണ്. അതിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റ് മാസങ്ങളെക്കാളും പ്രതിഫലമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ പ്രതിഫലം കരസ്ഥമാക്കാൻ തയ്യാറാകുക. മാസത്തിന്റെ അവസാനം 27, 28, 29 നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ടല്ലോ. ആ ദിവസത്തിൽപ്പെട്ട ദിവസം തന്നെയാണ് ഈ 27 എന്ന് പറയുന്ന ചൊവ്വാഴ്ച ദിവസവും മാസത്തിലെ. അതുകൊണ്ട് ആ നോമ്പ് പിടിക്കാൻ സാധിക്കുന്നവരൊക്കെ പിടിച്ച് പരിശുദ്ധമായ ശഅബാനിലും ആ നോമ്പുകൾ അധികരിപ്പിച്ച് അങ്ങനെ റമദാനിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി പരിശുദ്ധമായ റമദാനിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനും കാരണമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഇടവരുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായി ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.